ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ADM നവീൻ ബാബു മരിച്ചിട്ട് ഒരു മാസം തികയാണ്. ഈ ഒരു മാസം കൊണ്ട് അന്വേഷണത്തിൽ വന്ന പുരോഗതി എന്തെന്ന് നമ്മൾ ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോമാളിത്തരങ്ങളുണ്ട്. അതിലൊന്നാണ് പ്രശാന്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രശാന്തൻ എന്ന് പറയുന്ന ആ NOCക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്ന ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഫൂളിഷ്നെസ് ആണെന്ന് തോന്നുമെങ്കിലും ചില സമയത്ത് അവർ കാണിക്കുന്ന കാര്യങ്ങൾ അതിസമർത്ഥമായി ചെയ്യുന്നത് പോലെ തോന്നപ്പെടുന്നുണ്ട്. അതായത് വ്യാജമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി നൽകിയ പരാതിയിൽ, അതായത് ADM നവീൻ ബാബു NOCക്ക് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി അയാളുടെ അടുത്ത് കൈക്കൂലി ചോദിച്ചെന്നോ അപ്രകാരം അയാൾ കൈക്കൂലി കൊടുത്തു എന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ അയാൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൈനും പിന്നീട് ഈ പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ വേണ്ടി പള്ളിഭൂമിയാണ്, പാട്ടത്തിനടുത്തെയാണ്. അപ്പം അതിലൊരു കരാറുണ്ട്. ആ കരാറിന് വേണ്ടി ഒപ്പിട്ട അതിൽ പ്രശാന്തൻ എന്നും മറ്റേത് പ്രശാന്ത് എന്ന് രണ്ട് ഒപ്പാണ് അവിടെ കാണുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വ്യാജമാണെന്ന് ആദ്യമേ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം മീഡിയക്കാർ വന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലും ഉളുപ്പുമില്ലാതെ അദ്ദേഹം പറയുന്ന മറുപടിയാണ് എനിക്ക് രണ്ട് ഒപ്പുണ്ടെന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഔദ്യോഗിക രേഖകളിൽ ഒന്നിൽ കൂടുതൽ ഒപ്പുകൾ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വ്യാജമാണ്, തട്ടിപ്പാണ്, അതായത് ക്രിമിനൽ ഒഫൻസ് ആണ്. ആ രീതിക്ക് വരുന്ന ഒരു കാര്യത്തിന് ഒരു രീതിക്കും ഒരു തരത്തിലുള്ള കുറ്റബോധമോ പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ മൈൻഡോടുകൂടി തന്നെ വീണ്ടും വീണ്ടും ഭയങ്കര കരുത്തോടുകൂടി അതിശക്തനായിട്ട് പറയുവാണ്, സമർത്ഥിക്കുവാണ്. എനിക്ക് രണ്ടൊപ്പുണ്ട്, അതിന് നിങ്ങൾക്ക് എന്ത് വേണം ഇല്ലേ? അപ്പോൾ അതിന് പിന്നിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് പേരിൽ ഇനി എന്ത് തന്നെ ഉള്ള നടപടിക്രമങ്ങൾ വന്നു കഴിഞ്ഞാലും അയാൾ കൃത്യമായിട്ട് ഒരു സംരക്ഷിത വലയത്തിനുള്ളിൽ തന്നെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഉറപ്പ് അയാൾക്കുണ്ട്. അത് തന്നെയാണ് അയാളുടെ ആ വാക്കുകളുടെ ആ ബലത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, ശ്രീമതി ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് PP ദിവ്യയ്ക്ക് ഈ പറയുന്ന കണക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത് വളരെ ദുഃഖിതയായിപ്പോയേനെ. കാരണം ഞാൻ രണ്ടാമത് ഈ ഒരു സമയത്ത് ജാമ്യം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. വ്യക്തിപരമായിട്ടായാലും സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അവളൊരു സ്ത്രീയാണ്, ഇതറിയാതെ പറ്റിപ്പോയൊരു തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റ് തന്നെയാണ്. ആദ്യകാലത്തൊന്നും ആലോചിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച സമയത്ത് ഈ ശ്രീമതി ടീച്ചർ തന്നെയാണ് PP ദിവ്യയെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ADMന്റെ ഭാര്യയ്ക്ക് കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. പാർട്ടി നേതാക്കളടക്കം സംഘടനകളടക്കം മുന്നോട്ട് വന്നതെന്ന് പറയുന്നത്. എന്നിട്ട് PP ദിവ്യയ്ക്ക് ഈ പറയുന്ന ജാമ്യം കിട്ടാൻ വേണ്ടി കൃത്യമായിട്ട് കരുതിക്കൂട്ടി, അല്ലെങ്കിൽ ഞാൻ കരുതിയിരുന്നു കിട്ടുമെന്നുള്ള കാര്യം, എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇരയ്ക്കൊപ്പം ഒരേ സമയത്ത് ഈ പറയുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതേ സമയത്ത് വേട്ടക്കാരനെ സംരക്ഷിത വലയത്തിനുള്ളിൽ സംരക്ഷിച്ച് വെക്കുകയും ചെയ്യുന്ന ഒരു നിലപാടല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നൊരു ന്യൂസാണ്, മറുനാടൻ മലയാളി എന്ന് പറയുന്ന അതേ ചാനലിൽ വന്നൊരു ന്യൂസാണ്. ഇതിന് മുന്നും ഈ ഒരു ന്യൂസ് പല ചാനലിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ശക്തമായിട്ട് വാദിച്ചില്ലെങ്കിലും ചെറിയ രീതിക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കണ്ണൂരിൽ ഒരു ഭൂമാഫിയ ഉണ്ടെന്നുള്ളൊരു കാര്യം, അതായത് വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് 1000 ഏക്കറിൽ കൂടുതലായിട്ടുള്ള വസ്തുവകകൾ അല്ലെങ്കിൽ ഭൂമി ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നെന്നും ADMന്റെ ശ്രദ്ധയിൽ, നവീൻ ബാബു എന്ന ADMന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നെന്നും അന്ന് അധിക്ഷേപ വാക്കുകൾ ഏറ്റതിന് ശേഷം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല, പകരം അദ്ദേഹം ഒരു വിജിലൻസ് ഓഫീസറിനെ കാണാൻ വേണ്ടിയായിരുന്നു അവിടെ പകുതിയിൽ വെച്ച് ഇറങ്ങിയതെന്നും അദ്ദേഹത്തിനെ കണ്ടിട്ട് ആ രേഖകൾ കൈമാറാൻ വേണ്ടി നിന്നിരുന്നു എന്നൊരു വാർത്തയെ കൂടി വരുന്നുണ്ട്. ഇതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ട് അല്ലെങ്കിൽ ശരിയാണെന്നുള്ള വസ്തുത ശരിക്കറിയില്ല. പക്ഷേ എല്ലാ ചാനലുകളിലൂടെ ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനൊരു സംഭവം കാണാം. കാരണം ഇതിന് മുന്നും വന്നിട്ടുണ്ട്. പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി NOCക്ക് അപ്ലൈ ചെയ്തിരുന്ന ആ പെട്രോൾ പമ്പ്, ആ പരിസരത്ത് തന്നെ വേറെ 2 പെട്രോൾ പമ്പുകൾ ഉണ്ടെന്നും അതിൻ്റെ NOCയുടെ കാര്യത്തിൽ പോലും കൃത്യത നേരെ ചൊവ്വയല്ല, അല്ലാതെ പോലും ആ പെട്രോൾ പമ്പുകൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന സമയത്ത് തന്നെ കണ്ണൂരിലുള്ള പലതരത്തിലുള്ള ഇതുപോലെ പ്രവർത്തിക്കുന്ന അനധികൃത പെട്രോൾ പമ്പുകൾ ഉണ്ടെന്നും അതിൻ്റെ പിന്നിൽ ആഴെന്നുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ള തരത്തിൽ പെട്രോൾ പമ്പ് ഉടമകൾ തന്നെ ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു രീതിക്കും വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. അതിനെക്കുറിച്ച് പോകാനായിട്ട് ഈ പറയുന്ന പിന്നാലെ പോകാനായിട്ട് ഇവിടുത്തെ നിയമപാലകർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കോ യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെ തന്നെയാണ്. ഈ ഒരു വാർത്തയിൽ പോലും നമ്മൾ മാധ്യമ പ്രവർത്തകരുടെ ഒരു തരത്തിലുള്ള മുന്നോട്ടുള്ള കൈകടത്തലുകളോ അല്ലെങ്കിൽ അവർ അതിന് പിന്നാലെ ആരായുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഇതിന് മുന്നൊരു ദിവസത്തെ വീഡിയോ വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് കാര്യങ്ങൾ ആരായാൻ വേണ്ടി അയാളെ കിട്ടിയ സമയത്ത് ചോദിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ട് ഓടിപ്പോവുകയാണ്. ആ സമയത്ത് മാധ്യമങ്ങൾ ചിരിച്ചിട്ട് പറയുകയാണ് അയാൾ പൊയ്ക്കോട്ടെ എന്ന്. അതേ സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന
പറയുന്ന ഒരു വ്യക്തിയെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അയാൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അയാൾ പറയുന്ന സമയത്ത് പോലും പിന്നാലെ നടന്ന് മൈക്കും തൂക്കിക്കൊണ്ട് എത്രത്തോളം ചൊറിയാമോ അല്ലെങ്കിൽ എത്രത്തോളം പ്രകോപിതനാക്കാമോ അത്രത്തോളം ചെയ്യുന്ന മാധ്യമ നിലപാടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒരേ സംഭവം തന്നെ രണ്ട് വ്യക്തികളിൽ മാധ്യമങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. വെറുതെ ചില പ്രയോഗങ്ങൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ചില നിലപാടുകൾ പറയുന്ന സമയത്ത് അത് തെറ്റോ ശരിയാവട്ടെ, ആ ഒറ്റ കാരണത്താൽ ഇയാളെ ഈ പറയുന്ന ഇദ്ദേഹത്തിന് സുരേഷ് ഗോപി എന്ന് പറയുന്ന മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര തരത്തിൽ ഹരാസ്മെന്റ് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഒരാളെ ADM എന്ന് പറയുന്ന അത്രയും വലിയ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയുടെ പേരിൽ ഇങ്ങനൊരു ആരോപണം കെട്ടിച്ചമയ്ക്കുകയും വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുകയും ആ ഒപ്പിട്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കാൻ കാരണക്കാരനാകുകയും ചെയ്തൊരു വ്യക്തിയെ അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ ചിരിച്ചുകൊണ്ട് അയാളെ അങ്ങ് വെറുതെ വിടാൻ തയ്യാറാകുന്ന മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്താണ് രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാലുവെക്കുന്ന മാധ്യമപ്രവർത്തനത്തിന്റെ അപക്വത അല്ലെങ്കിൽ ഈ പറയുന്ന അടിമത്തം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് തരം താഴ്ന്ന നിലപാടിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു വ്യക്തിയും ആത്മഹത്യാ ശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഒരു കുറിപ്പ് തയ്യാറാക്കി വെച്ചിരിക്കും, ഉറപ്പായിട്ടും വെച്ചിരിക്കും. ആ കുറിപ്പ് അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്താണ് കൂടുതൽ ഇതിൽ ആദ്യം മുതലേ പറയുന്ന കാര്യം തന്നെയാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. ഈ നമ്മുടെ ഈ ഡ്രൈവറായിട്ടുള്ള വ്യക്തി കൃത്യമായിട്ട് കോവിലിന് മുന്നിൽ കൊണ്ട് നിർത്തി, മുനീശ്വരൻ കോവിലിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് തന്നെ പറയുന്ന ആ ഒരു കാര്യത്തിൽ പോലും കൃത്യമായിട്ട് വ്യക്തതയോ കൃത്യതയോ ഒന്നുമില്ല. അവിടെ തന്നെ അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തന്നെയാണ് നടക്കുന്നത്. ഈ ADM ആയിട്ടുള്ള വ്യക്തി എന്താ കയറും കൊണ്ടാണ് നടക്കുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി? ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഒരു ആക്ഷേപ വാക്ക് ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം 19-ാം വയസ്സിൽ മൊത്തം സർവീസിൽ കയറിയതാണ്. 19 വയസ്സ് മുതൽ ഇത്രയും നീണ്ട വർഷക്കാലത്ത് ഇത്രയും സർവീസിനിടയ്ക്ക് അദ്ദേഹം എത്രയോ തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും, ഇത്ര തരത്തിലുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ടായിരിക്കാം, ഇത്ര വാക്കുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇല്ലേ? ഇത്രയും തരത്തിലുള്ള എക്സ്പീരിയൻസ് നേടിയ ഒരു വ്യക്തി ഇങ്ങനൊരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് പെൺമക്കളെയും ഭാര്യയെയും മറന്നുകൊണ്ട് തൂങ്ങിച്ചാവാൻ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും നമുക്ക് എന്ന് പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയായാലും ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ക്വാർട്ടേഴ്സ് പോലൊരു കാര്യത്തിൽ നിന്ന് സർവീസിൽ നിന്ന് അവിടെ നിന്ന് മാറുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥാനമാറ്റം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മാറി പോകുന്ന സമയത്ത് ആ ക്വാർട്ടേഴ്സിൻ്റെ ചാവി ഒരു വ്യക്തിയെ കൃത്യമായിട്ട് അത് മേടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അയാളുടെ കയ്യിൽ കൃത്യമായിട്ട് ഏൽപ്പിച്ച് അവിടെ ഒപ്പിടേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടായിരിക്കില്ലേ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാഗ് ലഗേജ് ഉണ്ടായിരിക്കാം, വീട്ടിലേക്ക് പോകേണ്ട. ഇത്രയും കാര്യങ്ങൾ ഉള്ള സമയത്തൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെയും അദ്ദേഹം തിരിച്ച് ആ ക്വാർട്ടേഴ്സിലേക്ക് പോയെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ പറയുന്ന അദ്ദേഹത്തിന് പിന്നീട് പോയി അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് അത് തുറന്നു കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത് വാതിൽ. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് അതിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ആ താക്കോൽ കൊടുത്ത വ്യക്തിയിൽ നിന്ന് അദ്ദേഹം വാങ്ങണ്ടേ? അപ്പം ആ വ്യക്തി എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ താക്കോൽ എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം വെളിവാകുന്നില്ല? ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടക്കുന്നില്ല. അപ്പം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റ് നടപടികൾ എന്ന് പറയുന്നൊരു സംഭവം. അത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ ബന്ധുക്കളോ ഒരാളും തന്നെ എത്തുന്നതിന് മുൻപ് ഭയങ്കരമായിട്ട് ധൃതി പിടിച്ച് നടപ്പിലാക്കുക. ഇനി പരിയാരം മെഡിക്കൽ കോളേജ്, അവിടെ തന്നെയാണ് PP ദിവ്യയുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്നത്, പ്രശാന്തൻ വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള ഒരു ഓഫീസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഈ രക്തബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സൈൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എനിക്ക് കേട്ടറിവുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഒരു തരത്തിലുള്ള രക്തബന്ധത്തിലുള്ള വ്യക്തികളും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഒപ്പ് ആരെയിൽ നിന്നും വാങ്ങുന്നതിന് മുന്നേ തന്നെ ആരാണ് ഈ ഒപ്പിട്ട് കൊടുത്തത്? ഇതൊക്കെ നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടി എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയെന്നുള്ള കാര്യം പോലും വെളിവാകുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു അബദ്ധം പറ്റിപ്പോയ കാര്യം, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിനെ ദഹിപ്പിച്ച് കളയാണ് ചെയ്തത്. അപ്പം എന്തെങ്കിലും ഒരു ദുരൂഹത ആ സമയത്ത് അവർക്കൊന്നും തോന്നി കാണില്ല. കാരണം മരണത്തേക്ക് അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് സ്വീകരിക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം. പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ ഒരു ഫോൾട്ടെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞാൽ മറ്റൊരു ഡോക്ടറെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നെങ്കിൽ മേ ബി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, എന്തെങ്കിലും ദുരൂഹത അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പൊടി പിടിച്ച് കിടക്കുന്ന സമയത്തും ഒരു തരത്തിലുള്ള അന്വേഷണവും ഇത് ഞാൻ ഇന്ന് പ്രത്യേകം പറയുന്നതിന് അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മളൊരു വാർത്ത ചെയ്യുന്ന സമയത്ത് ഒരു വിഷയത്തെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതെന്തോ ആയിക്കോട്ടെ ആ വിഷയത്തിൻ്റെ പൂർണ്ണതയിൽ അവസാനം വരെ അതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്തെക്കുറിച്ച് ഈ
കാണികളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആർക്ക് വേണ്ടിയാണോ വീഡിയോ ചെയ്യുന്നത് അവരിലേക്ക് എത്തിക്കുക എന്നൊരു സംഭവമുണ്ട്. അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു മാസം ആയി കഴിഞ്ഞു അദ്ദേഹം മരണപ്പെട്ടിട്ട്. അപ്പം എന്നിട്ട് പോലും ഒരു തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ, ഇപ്പോൾ VP ദിവ്യ ജാമ്യത്തിൽ ഇറങ്ങി പ്രശാന്തൻ അതിഗംഭീരമായി വിലസുന്നു. പക്ഷേ ഈ മരണം സംഭവിച്ച വ്യക്തിക്കോ വ്യക്തിയുടെ കുടുംബത്തിനോ യാതൊരു തരത്തിലുള്ള നീതിയും കിട്ടുന്നില്ല. അവരെല്ലാവർക്കും മുന്നിൽ കോമാളിയാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനൊരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കുരുക്കുകൾ പെട്ടുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കോമാളിയാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൈക്കൂലിക്കാരനാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരിയായി ഇരുന്നുകൊണ്ട് വല്ലാത്ത വിഷമം തോന്നുന്നു. കാരണം ADM സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഗതിയാണെങ്കിൽ ഒരു സാധാരണക്കാർക്ക് എന്താണ് ഗതി എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്.